വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത്. അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത്. താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. ലേഡി സൂപ്പർ സ്റ്റാറായ ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ്. ഇപ്പോഴത്തെ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാന്റെ റിലീസ് വിവരങ്ങൾ ചർച്ചയായിരിക്കെ ഇതിലെ മഞ്ജുവിന്റെ കഥാപാത്രത്തെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലായി മാറുന്നത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു രാജു ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നുവെന്നും ലൂസിഫർ എന്നാണ് സിനിമയുടെ പേരെന്നും കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. രാജുവിന്റെ സംവിധാനത്തിനോടുള്ള താല്പര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജു തന്നെ അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. തീർച്ചയായും രാജു സംവിധാനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കുമെന്നതിൽ സംശയമില്ല. രാജുവിനെ അടുത്തറിയാവുന്നവർക്കെല്ലാം ആ ഉറപ്പുണ്ട്. പിന്നെ മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ലൂസിഫറിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ വ്യക്തിപരമായി രാജുവിനോട് അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഒരിക്കൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആ സിനിമയുടെ ഭാഗമാവുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനാൽ തന്നെ രാജു ലൂസിഫറിലേക്ക് വിളിച്ചപ്പോൾ ഞെട്ടലുണ്ടായി. എന്നാൽ വെറും ഒരു കഥാപാത്രമായിരുന്നില്ല പ്രിയദർശിനി എന്നത് സിനിമ റിലീസായപ്പോൾ തന്നെ മനസ്സിലായി. അത്രയും ശക്തിയായ സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു രാജു തന്നത്. രാജുവിനൊപ്പം ഇതുവരെ അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സംവിധാനം ചെയ്ത് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നും മഞ്ജു വാര്യർ പറയുന്നു. 2019 ലൂസിഫർ റിലീസാകുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ്, വിവേക് ഒബ്രോയ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സിനിമാറ്റിക് മാജിക്കാണ് ലൂസിഫർ സമ്മാനിച്ചത്. 2024 എമ്പുരാൻ എന്ന പേരിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം റിലീസിന് ഒരുങ്ങുമ്പോൾ പ്രേക്ഷകരെല്ലാം ഏറെ ആവേശത്തിലാണ്. വളരെ വലിയ ബജറ്റിലാണ് ചിത്രം എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. പാൻ ഇന്ത്യൻ ചിത്രമായല്ല, പാൻ വേൾഡ് ചിത്രമായാണ് എമ്പുരാൻ പുറത്തു വരുന്നതെന്നാണ് മോഹൻലാൽ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. ലൂസിഫറിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മുൻപ് പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എമ്പുരാൻ വലിയ സിനിമയാണ്. വലിയ സിനിമയെന്ന് പറഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം വലുതാണ്. സിനിമ ഒരു സാധാരണ സിനിമയാണ്. ലൂസിഫറിൽ കണ്ട ടൈം ലൈനിന് മുൻപ് നടന്ന കാര്യങ്ങളും ശേഷം നടന്ന കാര്യങ്ങളും എമ്പുരാനിലുണ്ടാവും. ലൂസിഫർ ഒരു 3 പാർട്ട് ഫിലിം ഇവന്റ് ആണ്. ലൂസിഫറിന്റെ ലോകം പാർട്ട് 2 ആകുമ്പോൾ ഒന്നുകൂടി വികസിക്കും. നിങ്ങൾ ലൂസിഫർ 1 കണ്ട പലതിന്റെയും പിന്നിൽ മറ്റ് ചിലത് കൂടിയുണ്ട്. അതിനൊരു 3ാം ഭാഗവും ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുരളി ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായാകും എമ്പുരാൻ നിർമ്മിക്കുക. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത്. സുരേഷ് ബാലാജിയും ജോർജ് പയസ് തറയിലും ചേർന്നുള്ള വൈഡ് ആംഗിൾ ക്രിയേഷൻസ് ആകും ലൈൻ പ്രൊഡക്ഷൻ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാകും ചിത്രം പ്രദർശനത്തിനെത്തുക.